അമേരിക്കയിലെ ഹിന്ദു സംഘടനകൾക്ക് ഒരു ഉറ്റ ചങ്ങാതിയെ കിട്ടിയിരിക്കുന്നു. മറ്റാരുമല്ല, കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം. അടുത്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ അദ്ദേഹം 2 ബില്ലാണ് ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ട പ്രകാരം വീറ്റോ ചെയ്തത്. അപ്പോൾ ഹിന്ദു സംഘടനകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അമേരിക്കയിലെ ഹിന്ദു സംഘടനകളെല്ലാം തന്നെ RSSുമായി ബന്ധമുള്ളതാണ്. അല്ലാന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇവിടെ വരുമ്പോൾ മിക്ക ഹിന്ദുക്കളും ആ ഒരു ചിന്താഗതിയിലേക്ക് മാറിപ്പോകുന്നു എന്നല്ല, അങ്ങനെ ആയിത്തീരുന്നു. അപ്പോൾ അവർ ഈ ഹിന്ദു സംഘടനകളിൽ അവരുടെ കൺവെൻഷനുകളിലൊക്കെ മിക്കവാറും വരുന്നത് ഇങ്ങനെ ഇന്ത്യയിലെ തീവ്ര ഹിന്ദുത്വ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അല്ലാതെ മതേതര മൂല്യങ്ങളോ അല്ലെങ്കിൽ ലിബറൽ ആശയങ്ങളോ ഉള്ളവരല്ല എന്ന് നമുക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഉള്ള സത്യമാണ്. ഇതിപ്പോൾ നമ്മൾ ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. ഇപ്പം മലയാളികളിൽ മാത്രമാണ് ഒരു വിഭാഗം ഹിന്ദുക്കൾ മതേതരമായിട്ട് ചിന്തിക്കുന്നതും ഈ RSSൻ്റെ അങ്ങനെയല്ല ഒരു തീവ്ര നിലപാടിൽ നിന്ന് മാറി നിൽക്കുന്നതും. അപ്പോൾ അതൊരു വിഷയം. അതല്ല ഇവിടെ പ്രശ്നം. അതായത് ഈ ഗാവിൻ ന്യൂസം പുതിയതായിട്ട് SB 509 എന്ന് പറഞ്ഞൊരു ബില്ല് അസംബ്ലിയും സെനറ്റും പാസ്സാക്കിയതാണ്. ഗവർണർ ഒപ്പിട്ടാൽ അത് നിയമമാകും. പക്ഷേ അദ്ദേഹം അത് വീറ്റോ ചെയ്തു. അതിൻ്റെ ബില്ലിത്രയേ ഉള്ളൂ. ഈ വിദേശ രാജ്യങ്ങൾ, മറ്റു രാജ്യങ്ങൾ ഇവിടെ വന്നിട്ട്, അമേരിക്കയിൽ വന്നിട്ട് ആളുകളെ പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചിലപ്പോൾ തട്ടിക്കളയുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു. അതുണ്ടാവരുത്. അതുണ്ടാവാതിരിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് അറിയാനായിട്ട് പോലീസിന് പരിശീലനം കൊടുക്കുക. അപ്പോൾ ആ പോലീസിന് പരിശീലനം കൊടുത്ത് അവരത് മനസ്സിലാക്കിയിരിക്കുക. ഇന്ന കാര്യങ്ങൾ വന്നാൽ ഇന്നതാണ്, ഇന്നത് സംഭവിക്കാമെന്ന് ഒരു മുൻകൂർ പരിശീലനം കൊടുക്കുക. അതാണ് ഈ ബില്ല് കൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ബില്ല് പാസ്സാക്കുകയും ചെയ്തതാണ്. പക്ഷേ ഈ ഹിന്ദു സംഘടനകൾ, പ്രത്യേകിച്ച് ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ പോലുള്ള സംഘടനകൾ അതിശക്തമായിട്ട് ഇതിനെ എതിർത്തു. അവർ പറയുന്നത് ഈ ട്രാൻസ്നാഷണൽ റിപ്രഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ അവരെ സഹായിക്കുന്നു, അല്ലെ വിദേശ രാജ്യങ്ങളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് ഹിന്ദു സമൂഹത്തെയും ഇന്ത്യൻ സമൂഹത്തെയും ഒക്കെ നോട്ടപ്പുള്ളികളാക്കും. അവർക്കെതിരെയൊക്കെ നടപടികൾ വരും. അപ്പോൾ അത് വെറുതെ ഇതിനുവേണ്ടി പണം ചെലവഴിക്കുകയാണ് എന്ന് പറഞ്ഞാണ് അവർ ശക്തമായിട്ട് രംഗത്ത് വന്നത്. അപ്പോൾ ഗവർണർ ആ വാദത്തിനങ്ങ് വഴങ്ങി. നേരെ മറിച്ച് ഈ സിഖ് സംഘടനകളും അതുപോലെ തന്നെ മുസ്ലിം സംഘടനകളും ഈ ബില്ലിന് ശക്തമായിട്ട് പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. സിഖ് സംഘടനകളാണ് ഇതിനു വേണ്ടിയിട്ട് രംഗത്ത് വന്നത് തന്നെ, ഇങ്ങനെയൊരു ബില്ലിന് വേണ്ടി. കാരണം അവർ പറയുന്നത് ഇന്ത്യ അവരുടെ രഹസ്യമായിട്ട് ഇവിടെയുള്ള സിഖുകാർ, അതായത് ഖലിസ്ഥാൻവാദികളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നു. കാനഡയിൽ ഗുർജാർ നജാറിനെ ഇന്ത്യയാണ് വധിച്ചത്. ഇന്ത്യയുടെ ഏജന്റുമാരാണ് വധിച്ചത്. അതുപോലെ തന്നെ അമേരിക്കയിൽ ഗുർപത്വന്ത് സിംഗ് പന്നൂൻ എന്ന് പറഞ്ഞ അദ്ദേഹം സിഖ്സ് ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു സംഘടനയുടെ ആളാണ്. അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ പേരിൽ ഒരാളെ ചെക്കോസ്ലോവേക്കിയയിലും മറ്റോ അറസ്റ്റ് ചെയ്ത് അയാളെ ഇവിടെ കൊണ്ടുവന്നു തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഭീഷണി മുഴക്കുന്നു. ഈ പന്നൂൻ എൻ്റെ ഒരു പഴയകാല സുഹൃത്താണ്. അദ്ദേഹം പേഴ്സണലി ഒരു സാധു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷേ ഭയങ്കര ഭീകരനാണെന്നാണ് പറയുന്നത്. ആയിരിക്കാം. കാരണം അദ്ദേഹം ഖലിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ട് മാറിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഭീകരമായിട്ടുള്ള ഭീകരപ്രവർത്തനത്തിലൂടെയാണല്ലോ ഖലിസ്ഥാൻ വാദം ശക്തിപ്പെടുന്നത്. എന്തായാലും ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അപ്പം മുസ്ലിങ്ങൾ പറയുന്നത് അവർക്കെതിരെ ഇതുപോലെ തന്നെ ഈ ഇന്ത്യൻ കോൺസുലേറ്റും മറ്റും ഇവിടെ രഹസ്യമായിട്ട് അവർക്കെതിരെ, അവരുടെ സംഘടനാ പ്രവർത്തകർക്കെതിരെ പ്രവർത്തിക്കുന്നു. കാശ്മീരിൽ നിന്നുള്ള മുസ്ലിങ്ങൾ അവർക്കെതിരെ പ്രവർത്തിക്കുന്നു, അവർക്കെതിരെ നടപടികൾ എടുക്കുന്നു. നമ്മളറിയാതെ കോൺസുലേറ്റ് വഴി ഇന്ത്യ ഗവൺമെൻറ് ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് നിയമം എന്നാണ് അവർ അവകാശപ്പെട്ടത്. പക്ഷേ എന്തായാലും ഹിന്ദു സംഘടനകൾ പറഞ്ഞ പ്രകാരം ഹിന്ദു സംഘടന ഇതിനെതിരെ ശക്തമായ രംഗത്ത് വന്നു. അപ്പോൾ അവർ അതിനുവേണ്ടി അതിശക്തമായ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഗവർണർ അവർക്ക് വഴങ്ങി. അപ്പോൾ ഇത് 2ാം തവണയാണ് ഗവർണർ ഈ ഹിന്ദു സംഘടനകളുടെ ആവശ്യത്തിന് വഴങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യത്തേത് കഴിഞ്ഞ വർഷം SB 403 എന്ന് പറഞ്ഞൊരു ബില്ല്. ആ ബില്ലിൻ്റെ ഉദ്ദേശം ഇതാണ്: ഈ ജാതിയുടെ പേരിൽ ആർക്കെതിരെയും യാതൊരു വിവേചനവും പാടില്ല, ഡിസ്ക്രിമിനേഷൻ പാടില്ല, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അങ്ങനെ വന്നാൽ നടപടിയെടുക്കണം. അതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. എന്ന് മാത്രമല്ല, ഈ കാസ്റ്റിനെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത്, ഈ അമേരിക്കയിൽ നമ്മളൊക്കെ താണജാതിക്കാരാണ്, ഇന്ത്യക്കാരൊക്കെ, എല്ലാ ഇന്ത്യക്കാരും. ഈ ഗുജറാത്തികളായാലും ഇത്തിരി വെളുത്ത നിറമുണ്ടെന്ന് പറഞ്ഞാലും എല്ലാ ഇന്ത്യക്കാരും താണജാതിക്കാർ തന്നെയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ വെള്ളക്കാർ കണക്കാക്കുക. കറമ്പര് അവരെക്കാൾ താഴ്ന്നവരായിട്ടായിരിക്കും നമ്മളെ കണക്കാക്കുന്നത്. അപ്പോൾ എങ്ങനെ വന്നാലും ആ ബില്ല് ഗവർണർ വീറ്റോ ചെയ്തു. അപ്പോൾ അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത്, ഈ
ഇപ്പോൾ തന്നെ വിവേചനം, ഏത് തരത്തിലുള്ള വിവേചനവും പാടില്ല എന്ന് പറയാനായിട്ട് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു പ്രത്യേക ഒരു നിയമം കൂടി ആവശ്യമില്ല. ആ നിയമം വന്നാൽ ഒരുപാട് ആളുകളെ അനാവശ്യമായിട്ട് സംശയിക്കുന്നതിനും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകും. അതുകൊണ്ട് വേണ്ട. ഇപ്പോഴത്തെ നിയമവും അതുതന്നെയാണ് പറഞ്ഞത്. പിന്നെ ഇതിനകം തന്നെ ആവശ്യത്തിന് നിയമങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതിന് അനാവശ്യമായിട്ടൊരു കാര്യം കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് ഈ ബില്ലും പിന്നെ റദ്ദാക്കിയത്. അപ്പോൾ ആദ്യത്തെ ബില്ല് വീറ്റോ ചെയ്യുമ്പം അന്ന് ഒരു ഹിന്ദു സംഘടനാ നേതാവ് പിന്നെ പറഞ്ഞു ഓർക്കുന്നു, ഗാവിൻ ന്യൂസമിനെ ഞങ്ങൾ ഭീഷണിപ്പെടുത്തി, നിങ്ങൾക്ക് പ്രസിഡൻ്റ് ആകണമെങ്കിൽ ഈ ബില്ല് വീറ്റോ ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾ പ്രസിഡൻ്റ് ആകാൻ പോകുന്നില്ല ഒരിക്കലും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാശ് തരില്ല. അമേരിക്ക ഒട്ടാകെ ഒരു വലിയ ഇതല്ലെങ്കിലും പിന്നെ ഒരു സൈസബിൾ ഇന്ത്യൻ അമേരിക്കൻ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അവരുടെ വോട്ട്, അതായത് ഹിന്ദു അമേരിക്കൻ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അവരുടെ വോട്ട് പലയിടത്തും നിർണായകമായിരിക്കും. ഇപ്പം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതല്ല, ഇതിനു മുമ്പ് ബൈഡൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ആ സമയത്ത് അറ്റ്ലാന്റയിലെ ഒരു 12,000 വോട്ടിനായിരുന്നു പ്രശ്നം. ആ 12,000 വോട്ട്, 12,000 വോട്ട്, ആ വോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിക്കുന്നതിന് ഇന്ത്യക്കാർക്കും ഒരു പങ്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വോട്ടും ചില സമയത്ത് പ്രധാനപ്പെട്ടതായി മാറും. അപ്പോൾ അതുകൊണ്ട് ഗാവിൻ ന്യൂസം ഒരിക്കലും പ്രസിഡന്റ് ആവില്ല. ഇന്ത്യ ഹിന്ദു അമേരിക്കൻസിനെ പിണയ്ക്കാരെന്നാണ് അവർ ഭീഷണിപ്പെടുത്തിയതെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. അത് എത്രമാത്രം സത്യമാണെന്ന് അറിഞ്ഞുകൂടെ, ഒരുപക്ഷെ ആയിരിക്കാം, അല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഗാവിൻ ന്യൂസമിന് എന്തായാലും ഉറച്ച ഒരു സംഘം ആളുകളെ കിട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ രണ്ട് നിയമങ്ങളും വന്നതുകൊണ്ട് വലിയ ദോഷം വരുമായിരുന്നോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ ദോഷമൊന്നും വരാൻ പോകുന്നില്ലായിരുന്നു എന്നാണ് നിഷ്പക്ഷമായിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. ഈ ആളുകൾ ഈ ഖലിസ്ഥാൻവാദികൾ അവരുടെ തോന്നിവാസത്തിനും അവരുടെ ഭീകരപ്രവർത്തനത്തിനും അതുപോലെ തന്നെ വിഭജനവാദത്തിനും അതിന് നമ്മളെല്ലാം എതിരാണ്. അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇന്ത്യയെ വെട്ടിമുറിക്കണമെന്നും ഇന്ത്യയുടെ ഒരു ഭാഗം മാറ്റിയിട്ട് വേറൊരു രാജ്യം ഉണ്ടാക്കണമെന്നൊക്കെ പറയുന്നത് അത് ഇവിടെ ജീവിക്കുന്നവർക്ക് അത് തോന്നുമായിരിക്കും, അത് വലിയ കേമമായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ഇന്ത്യയിൽ ജീവിക്കുന്നവർക്ക് അങ്ങനെ തോന്നേണ്ട ഒരു കാര്യമില്ല, സിഖുകാർക്കും അങ്ങനെ തോന്നേണ്ട ഒരു കാര്യവുമില്ല. അതാണ് വസ്തുത. ഇവിടെ എപ്പോഴും ഈ ഭീകരവാദവും ഈ വിഭജനവാദവും എപ്പോഴും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് എല്ലാ കാലത്തും. അപ്പോൾ അവിടെ സമ്പന്നമായിട്ട് ജീവിക്കുന്നവരാണ്. നമുക്കവിടെ ഒരു രാജ്യം കൂടി ഉണ്ടായാൽ വളരെ നല്ലതായിരിക്കുമല്ലോ എന്നുള്ളൊരു ചിന്താഗതി. എന്തായാലും അത് അംഗീകരിക്കാൻ നമുക്കാവില്ല എന്ന് കരുതി ട്രാൻസ്നാഷണൽ റിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഇപ്പം ചൈനക്കാർ ഇവിടെ ഒക്കെ പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, അവർക്ക് രഹസ്യ പോലീസ് സ്റ്റേഷൻ. അവിടെ ആളുകളെ പിടിച്ച് വിരട്ടുകയും ആളുകളെ തട്ടിക്കളയുന്നതായിട്ട് കേട്ടിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നു. അപ്പോൾ പേടിച്ചിട്ട് ചൈനക്കാരും മിണ്ടില്ല എന്നാണ് പറയുന്നത് ചൈനീസ് ഗവൺമെൻറ്റിനെതിരെ. അപ്പോൾ അങ്ങനെ ഒരു കാലാവസ്ഥ നമുക്ക് ആവശ്യമില്ല. ആളുകൾ സ്വതന്ത്രമായിട്ട് സംസാരിക്കട്ടെ. സംസാരിച്ചതുകൊണ്ട്, സംസാര സ്വാതന്ത്ര്യം നിഷേധിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല ഒരു രാജ്യത്തിനും. അതാണ് സത്യം. ആളുകൾ പറയാനുള്ളത് പറയുകയും കേൾക്കാനുള്ളവർ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. എന്തായാലും ആ ട്രാൻസ്നാഷണൽ റിപ്രഷനെ നമ്മൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഈ ബില്ല് കൊണ്ട് ദോഷം വരും എന്ന് പറഞ്ഞത് എത്ര കണ്ട് ശരിയാണെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്യും. കാരണം ഇന്ത്യയെ സഹായിക്കുന്നു, അവരുടെ ഒരു കൂട്ടാളികളാണ്, ഇന്ത്യയുടെ ഒരു കൂട്ടാളികളാണ് ഇവരെ എന്നുള്ളൊരു ചിന്താഗതി വരും. അതിൻ്റെ പേരിൽ ഇവരെ ടാർഗറ്റ് ചെയ്യപ്പെടും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഹിന്ദുക്കളെ എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരെ മൊത്തം വരുമല്ലോ അത്. അപ്പോൾ എന്തായാലും ആ ബില്ലിൻ്റെ കഥ കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഈ ഗാവിൻ ന്യൂസമിനെ പറ്റി പറയുമ്പം അദ്ദേഹത്തിന് 58 വയസ്സേ ഉള്ളൂ. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാനുള്ള എല്ലാ സാധ്യതയും അദ്ദേഹത്തിന് തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇപ്പം ഈ വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം ടേംഡ് ഔട്ടാവും, കാലിഫോർണിയ ഗവർണർ സ്ഥാനത്ത് നിന്ന് പോവും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അടുത്ത സ്ഥാനമാണ് പ്രസിഡന്റ്. കാലിഫോർണിയ ഏറ്റവും വലിയ സ്റ്റേറ്റാണ്. നമുക്കറിയാം, നമ്മുടെ സാൻ ഫ്രാൻസിസ്കോയിലാണ് അദ്ദേഹം ഈ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത്. അന്നത്തെ മേയർ വില്ലി ബ്രൗൺ ആണ് ഇദ്ദേഹത്തെ എന്തോ ഒരു പാർക്കിംഗ് കമ്മീഷണറായിട്ട് നിയമിക്കുന്നത്. അതാണ് തുടക്കം. 96, 97, 95, 96. അപ്പോൾ ഈ വില്ലി ബ്രൗൺ തന്നെയായിരുന്നു കമലാ ഹാരിസിനെയും ഉയർത്തിക്കൊണ്ടുവന്നത്, ആ മേയർ വില്ലി ബ്രൗൺ. അങ്ങനെ കമലാ ഹാരിസ് വൈസ് പ്രസിഡൻ്റായി, പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി. ഇനിയിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഊഴമാണ്. അപ്പോൾ വില്ലി ബ്രൗണിന് ശേഷം ഇദ്ദേഹം മേയറായി, പിന്നീട് ലഫ്റ്റനൻറ്റ് ഗവർണറായി. അപ്പോൾ മേയറായിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം 2004 ഈ സ്വവർഗ വിവാഹം രജിസ്റ്റർ ചെയ്യാനായിട്ട് കൗണ്ടി ക്ലർക്കിന് നിർദ്ദേശം കൊടുത്തു. അതൊരു വലിയ നാഷണൽ ന്യൂസായിരുന്നു. അതുവരെ സ്വവർഗ ആണും തമ്മിലോ അല്ലെ പെണ്ണും തമ്മിലോ വിവാഹം കഴിക്കുന്നത് രജിസ്റ്റർ ചെയ്യുകയില്ലായിരുന്നു, അത് വിവാഹമായിട്ട് കണക്കാക്കിയില്ലായിരുന്നു, അവർ ഇങ്ങനെ കഴിയുകയായിരുന്നു. അപ്പോൾ അതിന് നിയമസാധുത കൊടുത്തുകൊണ്ടുള്ള ഉത്തരവാണ് ഇദ്ദേഹം കൊടുക്കുന്നത്. ആ ഉത്തരവ് പിന്നീട് കാലിഫോർണിയ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു എങ്കിലും അതിനുശേഷം
അത് റെഫറൻഡത്തിലൂടെ ആ നിയമം തിരിച്ചു വരികയാണ് ചെയ്തത്. പിന്നീട് രാജ്യമൊട്ടാകെ പല രാജ്യങ്ങളിലും പല സ്റ്റേറ്റുകളിലും ഈ സ്വവർഗ വിവാഹം അംഗീകരിക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് തുടക്കമിട്ടത് ഇങ്ങേരാണ്. ഇപ്പം നമുക്കറിയാം കാലിഫോർണിയയിൽ പറ്റിയുള്ള ചൊല്ല്, ഇന്ന് കാലിഫോർണിയയിൽ നടക്കുന്നതാണ് നാളെ മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്നത്. എല്ലാത്തരം വൃത്തികേടുകളുമൊക്കെ തുടക്കമിടുന്നത് പലപ്പോഴും നമുക്കറിയാം കാലിഫോർണിയയിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ കാലിഫോർണിയക്കാരുള്ള സ്നേഹക്കുറവുകൊണ്ടൊന്നുമല്ല പറയുന്നത്, അതാണൊരു വസ്തുത, സത്യമായിട്ടുള്ളൊരു കാര്യം. കാലിഫോർണിയയാണ് ഏറ്റവും പുരോഗമന ആശയങ്ങളും ഏറ്റവും ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള പിന്നെ സ്റ്റേറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ന്യൂയോർക്കും പിന്നെ ഇലിനോയും ഒക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെ വന്നാലും വലിയ ഭാവിയുള്ള വ്യക്തിയാണ് ഗാവിൻ ന്യൂസം. പ്രസിഡന്റ് പിന്നെ അടുത്ത തവണ ആയില്ലെങ്കിൽ അതിൻ്റെ അടുത്ത തവണ ആവും എന്ന് ഉറപ്പിക്കാവുന്ന വ്യക്തിയാണ്. അപ്പം തീർത്തും ഇടതുപക്ഷമാണ്. ഇപ്പം ട്രംപ് എത്രമാത്രം വലതുപക്ഷമാണോ അതുപോലെ തന്നെ തീവ്ര ഇടതുപക്ഷമാണ് ഗാവിൻ ന്യൂസവും. അപ്പോൾ അദ്ദേഹത്തിന് ഉറ്റചങ്ങാതികളായിട്ട് ഈ ഹിന്ദു അമേരിക്കൻ സമൂഹത്തിലെ ഈ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകളും രംഗത്തുണ്ട്. എന്തായാലും ഇത് ഒക്കെ നമ്മൾ വരും കാലങ്ങളിൽ കാണേണ്ട കാര്യങ്ങളാണ്. രാഷ്ട്രീയം എങ്ങനെയാണ് മാറി മറിയുക എന്നത്.